ഇന്നലെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ് തൃപ്പൂണിത്തുറ ഇരുമ്പനത്തെ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ഉണ്ണിയുടെ ആത്മഹത്യ. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. കടുത്ത മനോവിഷമത്തിലായിരുന്നു ഉണ്ണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. സഹപ്രവർത്തകരൊക്കെ ഇന്നലെ 24 സാക്ഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10-15 മാസക്കാലമായി ഉണ്ണിക്ക് ശമ്പളം കിട്ടുന്നില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പാടുപെട്ടപ്പോൾ ജീവിതം തന്നെ അദ്ദേഹം മുറിച്ചു കളയുകയായിരുന്നു. എന്തായാലും പ്രത്യേക പാക്കേജ് നൽകാമെന്ന വ്യവസായ മന്ത്രിയുടെ ഉറപ്പ് മാനേജ്മെൻറ്റ് തന്നെ അട്ടിമറിച്ച് കളഞ്ഞു എന്നും ഇന്നലെ പ്രവർത്തകർ പറയുന്നത് കേട്ടു. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ട്രാക്കോ കേബിളിൽ മുൻപും ആത്മഹത്യാശ്രമം ഉണ്ടായിട്ടുണ്ടെന്നാണ് ജീവനക്കാർ 24 പറഞ്ഞത്. രാജീവ് മന്ത്രി, അതായത് വ്യവസായ വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരുന്നതാണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് ചർച്ച എടുത്തപ്പോൾ PTP അംഗങ്ങൾ, അതായത് പബ്ലിക് സെക്ടറിൻ്റെ ഒരു ഇതാണ്, PTP അംഗങ്ങളും മാനേജ്മെൻറ്റും നിങ്ങളുടെ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഒരു സ്പെഷ്യൽ പാക്കേജ് തരാം എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് അതിന് വിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ MD ചെല്ലുകയും അവിടെ വെച്ച് അവിടുത്തെ യൂണിയൻ പ്രതിനിധികളായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ പാക്കേജ് തരില്ല എന്ന് പറയുകയും ആ യോഗത്തിൽ നിന്ന് INTUC യൂണിയൻ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആ മനോവിഷമമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങളുടെ അറിവ്. 2 ദിവസം മുമ്പ് വേറൊരു വ്യക്തി ഇവിടെ നടത്തിയിരുന്നു സബ്സ്റ്റേഷനിൽ, അതായത് ഇവിടുത്തെ ട്രാൻസ്ഫോമറിൽ ചെന്ന് പിടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശമ്പളത്തിൻ്റെ തന്നെ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടുത്തെ യൂണിറ്റ് ഹെഡ് അടക്കം ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ ചെന്നാണ് അതിനെ പിന്തിരിച്ച് ഞങ്ങൾ കണ്ടായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കമ്പനി നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ നിലനിർത്തിക്കൊണ്ടുപോയി ഗവൺമെൻറ് എന്തെങ്കിലും സഹായം ചെയ്ത് ഇതിന് ഓർഡർ ഇല്ലാഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ ഓർഡർ പിടിക്കാൻ വേണ്ട. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഉള്ളിടത്തോളം കാലം ഇതിന് ഓർഡർ ഉണ്ടാവും. 100% ഞങ്ങൾക്കറിയാം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ നേരത്തെയും ചില ശ്രമങ്ങൾ ഇങ്ങനെ ആത്മഹത്യക്ക് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്താണ് ഈ 10-15 മാസക്കാലമായി ഈ ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്നത്? SKN കേരളത്തെ വ്യവസായ രംഗത്ത് തന്നെ അഭിമാനമായിരുന്നൊരു പേരായിരുന്നു ട്രാക്കോ കേബിൾസ് എന്നത്. അതായത് സ്വകാര്യ കമ്പനികളെക്കാൾ കൂടുതൽ ഈ കേബിൾ നിർമ്മാണ രംഗത്ത് പേരും പെരുമയുമുള്ള കമ്പനിയായിരുന്നു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന ഈ ട്രാക്കോ കേബിൾസ്. അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഏകദേശം 1.5 വർഷത്തോളമായി തൊഴിലാളികളുടെ സമരം ഇടവിട്ട് നടന്നു വരികയാണ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ സമരം തുടരുകയുമായിരുന്നു. കഴിഞ്ഞ 11 മാസക്കാലമായി ശമ്പളം മുടങ്ങി എന്നുള്ള വളരെ ഗുരുതരമായ അനാസ്ഥ ഈ സ്ഥാപനത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന ഉണ്ണി ജീവിക്കാൻ സാഹചര്യമില്ലാതെ ആത്മഹത്യ ചെയ്തത് എന്ന് അവരുടെ സഹപ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ളൊരു തീരുമാനം തൊഴിലാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. കടുത്ത അനാസ്ഥയും കെടുകാര്യസ്ഥതയുമൊക്കെയാണ് ട്രാക്കോ കേബിൾസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും ഉണ്ണിയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ വ്യവസായ മന്ത്രി അടക്കം ഇതിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അത് മാനേജ്മെൻറ്റ് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇവർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഈ ആത്മഹത്യക്ക് പിന്നാലെ സമരവും പ്രതിഷേധവും ഒപ്പം ഗുരുതര ആരോപണങ്ങളും എല്ലാം ശക്തമാവുകയാണ്. വ്യവസായ മന്ത്രി P. രാജീവ് അടക്കം ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കണമെന്നും ഇടപെടണമെന്നും സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണമെന്നുമാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. SKN. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരം നൽകിയത് ഇരുമ്പനത്ത് നിന്ന്.